ശരി, ഞാൻ നിൽക്കുന്നത് മുണ്ടക്കൈ LP സ്കൂളിന്റെ പരിസരത്താണ്. ഇവിടെ ആണ് ഈ ഒരു ഉരുൾപൊട്ടലിൽ കൂടുതൽ നാശമുണ്ടായ മേഖലകളിൽ ഒന്നാണ്. ഇവിടെ ഇന്നലെ 7 മൃതദേഹങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് മാത്രം കണ്ടെടുത്തത്. ഇവിടെ നമുക്ക് അവിടെ ഒരു ചെറിയ കുന്ന് കാണാം. അപ്പോൾ ഈ കുത്തിയൊലിച്ചു വന്ന വെള്ളം ആ കുന്നിൽ തട്ടി ഈ ഒരു മേഖലയിലേക്ക് കടന്നു കയറി വലിയ തോതിൽ ഒരു നാശമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ കാണാം വീടുകൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതേപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ, ഒരു ബൈക്ക് ഇതാ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തിയ വീട്ടു സാമഗ്രികളൊക്കെയാണ് ഇവിടെ. അത് ഏറ്റവും അധികം മൃതദേഹങ്ങൾ ഉണ്ടാകാം എന്ന് കരുതുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു മേഖല. ഇവിടെ ഒരു LP സ്കൂളുണ്ട്. ആ LP സ്കൂൾ പൂർണ്ണമായിട്ടും തകർന്ന അവസ്ഥയിലാണ്. വലിയ വലിയ പാറക്കല്ലുകൾ ഈ ഒരു ഭാഗത്ത് നിറഞ്ഞ് നിൽക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ഒപ്പം ഇപ്പോൾ ഒരു റെസ്ക്യൂ ടീം കൂടി ചേരുന്നുണ്ട്. ഇവർ കോട്ടയം മുണ്ടക്കയത്ത് നിന്ന് വന്നവരാണ്. കുട്ടിക്കൽ മുണ്ടക്കയത്ത് നിന്ന് വന്നവരാണ്. ജസ്റ്റിനും സംഘവും അല്ലേ? എത്ര പേര്? ഞങ്ങൾ 5 പേരോളം വന്നിട്ടുണ്ട്. ഇവർ വന്നതിന്റെ ഒരു കാര്യം, കുട്ടിക്കല് അന്ന് മണ്ണിടിച്ചിൽ ദുരിതം ഉണ്ടായപ്പോൾ നാട് മുഴുവൻ ഇവർക്കൊപ്പം നിന്നു. അപ്പോൾ ഇത്രയും ദൂരം വയനാട്ടിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയാണ് ഇവർ എത്തിയിട്ടുള്ളത്. എങ്ങനെയുണ്ട് നിങ്ങളുടെ? ഞങ്ങൾ ഇന്നലെ രാവിലെ 6 മണിക്കാണ് ഇവിടെ എത്തിയത്. 6 മണിക്ക് എത്തി നേരെ മുണ്ടക്കൽ പ്രദേശത്തേക്കാണ് പോയി ഞങ്ങൾ അവിടെ നിന്നുള്ള മൃതദേഹങ്ങൾ കുറേ അതായത് എന്നാ പറയുന്നത്, എല്ലാം ഒടിഞ്ഞ് ഞൊറുങ്ങിയാണ് കിടന്നത്. പിന്നെ കാലങ്ങനെ പൊങ്ങി നമുക്ക് കാല് മാത്രമേ ഉള്ളൂ, പത്തി മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ പ്രായമായവർ ആ ഒരു മലയുടെ സൈഡിലുണ്ടായിരുന്നു. അവരെ ഞങ്ങൾ സ്ട്രക്ചറിലെടുത്ത് പിന്നെ പോലീസുകാർ തന്നെ സഹായിച്ചു. പോലീസുകാരുടെ കൂടെ വന്ന് ഞങ്ങളെല്ലാം ബോഡിയെല്ലാം ഇക്കരെ കടത്തി. പിന്നെ എന്നാ പറയുന്നത്, ഈ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ മനുഷ്യനെ കൊണ്ട് മാക്സിമം എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ മനുഷ്യനല്ല ഇവിടെ എക്യുപ്മെന്റ് ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. കാരണം നമ്മളിതുണ്ടോ നിസ്സാരം ഈ ഒരു കുഴി ഞങ്ങളിത് ഇറങ്ങുക അത്രയും താഴ്ന്നു പോവാം. ഇത് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഒരിക്കലും ഇങ്ങനെ പോകാൻ പറ്റിയിട്ടുണ്ടോ? ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമ്മളെല്ലാം തടിയിട്ട് പോകുന്നുണ്ട്. പക്ഷേ നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നതിന് മുഴുവൻ കുപ്പിച്ചില്ല കാര്യങ്ങളെല്ലാമാണ്. അതായത് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യുന്നുണ്ട്. പിന്നെ വെച്ചാൽ നമ്മൾ എല്ലാം വടം കെട്ടി ഞങ്ങൾ ഈ വടം ഇന്നലെ കൊണ്ടുവന്നു. വടം മുഴുവൻ ഈ കോൺക്രീറ്റ് ഈ കോൺക്രീറ്റ് പാളി നീക്കാൻ വേണ്ടി ഈ നമ്മുടെ വടം കെട്ടി ഭരിച്ച് വടം മുഴുവൻ പൊട്ടിപ്പോയി. കാരണം വെച്ചാൽ നമ്മളുള്ള വടങ്ങളെല്ലാം തീർന്നു. ഇനി നമ്മൾ വേറെ വിഷയം വന്നിട്ട് മിഷനിൽ ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊന്നും ഇതിനടിയിൽ എന്താണെന്ന് നമുക്കറിയില്ല, ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഇതിനകത്ത് നമ്മൾ ഇന്നിപ്പോൾ പശുക്കൾ കെട്ടിയിട്ടൊക്കെ തള്ളയും കുഞ്ഞും തള്ളയും രണ്ടിടത്ത് കിടക്കുക, എല്ലാം ഓരോ കാട്ടുമൃഗങ്ങളെല്ലാം കിടക്കുക. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതെല്ലാം ചീഞ്ഞ് ചെയ്ത് പോവുക. ഇതിനകത്തോട്ട് ഇറങ്ങിയാൽ മാത്രം ഇതിനകത്ത് മനുഷ്യരുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇറങ്ങണ്ടേ, നേരെ നിൽക്കണ്ടേ? മെഷീൻസ് മാത്രം ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റും. മെഷീൻ വന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നിങ്ങളുടെ നാട്ടിലുണ്ടായ ഒരു ദുരന്തത്തെക്കാൾ വലിയൊരു വ്യാപ്തി കേരളത്തിലെ ഏറ്റവും വലിയ നാട്ടിലുണ്ടായതിന്റെ ഒരു 50 ഇരട്ടി ദുരിതം എന്ന് പറയാം. കാരണം അത്തിലും ഭയാനകമായിട്ടാണ് ഈ ഏരിയ കാണുന്നത്. കാരണം നമ്മൾ കണ്ടപ്പോൾ പേടിച്ചു. നമ്മൾ വന്ന് കണ്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ നമ്മളിപ്പം TV കൂടെ കണ്ടാലൊന്നും പെട്ടെന്ന് ഇവിടെ വന്ന് മനസ്സിലായി ബോധ്യമായിട്ടുണ്ട് മനുഷ്യന്റെ വില. മനുഷ്യന് ഇത്രേ ഉള്ളൂ. അതായത് നമ്മുടെ 100 ഇഞ്ച് 200 ഇഞ്ച് വണ്ണമുള്ള ഈട്ടിത്തടി കാട്ടുതടി എല്ലാം കൂടെ ചിഹ്നം പിന്നവേ, കെട്ടുള്ള ചിഹ്നം പിന്നെ മനുഷ്യന്റെ കാര്യം പറയാനുണ്ടോ? മനുഷ്യനൊക്കെ ചെറിയ അംശം മാത്രമാണ് ഇതിനകത്ത് കിട്ടുന്ന വെച്ചാലുണ്ടല്ലോ. കിട്ടിയ ഒരു ബോഡി ഇന്നലെ കിട്ടിയതാ. ആ ഇടിഞ്ഞ് നേരെ ആ ഒരു മുസ്ലിമുടെ ചോട്ടിൽ ഒരു വലിയ കല്ല് മാറ്റി ബോഡി എടുത്തത്. പക്ഷെ ആ ബോഡി ഉണ്ടല്ലോ ഞുറുങ്ങി, അതായത് പീസാക്കി ഞുറുങ്ങി ഇങ്ങനെ എടുക്കാം. ആ ഒരു അവസ്ഥയാണ് അവിടെ. കാരണം വെച്ചാൽ മനുഷ്യൻ നിസ്സഹായന. മനുഷ്യൻ പറയുന്ന വാക്കുകൊണ്ട് പറയില്ല, പക്ഷെ ഒന്നുമല്ല മനുഷ്യൻ. നമ്മൾ ഓരോ ദുരന്ത ഭൂമികളിൽ വന്ന് ഓരോ മനുഷ്യരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകണം. എന്നാലേ നമുക്ക് സമൂഹത്തിലൊരു എന്നാ പറയുക, മനുഷ്യനെ സഹായിക്കണം. നമുക്ക് ദൈവം നമുക്ക് നന്മ തരും. ഇത്രയും ദൂരം ഇവിടേക്ക് എത്തിയത് ഈ ഒരു മനസ്സിലെ നന്മ കൊണ്ടാണ്. കാര്യം നമ്മളെപ്പോലെ സഹജീവികളോട് കിടക്കുന്നു എന്നുള്ളൊരു ബോധ്യമുള്ളതുകൊണ്ടാണ്. ഞങ്ങളെല്ലാം സാധാരണ ജോലി ചെയ്തിരുന്നത്. എൻ്റെ കൂടെ വന്നിരിക്കുന്ന റാഷിദ്, സാജിദ് എല്ലാം ഞങ്ങൾ തടിപ്പണി എല്ലാം ചെയ്യുന്ന ആൾക്കാർ അവരെല്ലാം. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് എന്നോട് ഇവരും പറയുക, ജസ്റ്റിനെ നമുക്ക് എങ്ങനെയും പോകണം എന്ന് പറഞ്ഞു. ഇവന്മാരെല്ലാം കൂടി ഞങ്ങളൊരു പഴയ ജീപ്പ്, നമുക്കൊരു വണ്ടിയൊന്നുമില്ല, പഴയ ജീപ്പ് എടുത്തു. വണ്ടി എല്ലാവരും ചോദിച്ചു, വണ്ടി ആരും തന്നില്ല. ഞങ്ങളെ പഴയ ജീപ്പ് എടുത്ത് വന്നു. ജീപ്പ് എടുത്തിട്ട് ഞങ്ങൾ ഈ തൃശ്ശൂർ വരെ കുഴപ്പമില്ലാവും. തൃശ്ശൂർ കഴിഞ്ഞിട്ട് മുഴുവൻ വെള്ളം കയറി കെട്ടി വന്ന് ലാസ്റ്റ് ഞങ്ങൾ 100 കിലോമീറ്ററോളം കറങ്ങി ഓരോ വെള്ളം മാപ്പിട്ടാ പോകുന്നത്. ഓരോ വെള്ളം തിരിയുന്നു, വണ്ടി തിരിഞ്ഞ് പോയി. ലാസ്റ്റ് ഞങ്ങൾ ഒരു വഴിക്കെട്ടി കൂടെ ഒരു വണ്ടി സെപ്പറേറ്റ് ഒരു വഴി നമ്മൾ വണ്ടി ഞങ്ങൾ കയറി പോട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടി കയറ്റി വിടും. പക്ഷെ ഒരു കണ്ടത്തിൽ പോയി തിരിഞ്ഞു നിന്നു. പിന്നെ ഞങ്ങൾ വണ്ടി ഞങ്ങളുടെ വണ്ടി വടം കെട്ടി നാട്ടുകാർ നല്ല സഹകരണമായിരുന്നു കേട്ടോ. നാട്ടുകാരിച്ച് വണ്ടിയെല്ലാം ലോറിക്ക് കെട്ടി വലിച്ചിട്ടാണ് നമ്മളെ കയറി പോകുന്നത്. ഇവിടെ എത്തിയത് ഇവിടെ കറക്റ്റ് രാവിലെ 6 മണിക്ക് ഞങ്ങൾ പ്രസന്റ് ആയി. ഇന്നലെ മുഴുവൻ സമയം തെരച്ചിൽ തന്നെ. പിന്നെ ഇന്നലെ മുഴുവൻ സമയം തെരച്ചിൽ. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഉറങ്ങിയിട്ടില്ല. മുഴുവൻ സമയം നമ്മളെ പറ്റാവുന്ന മാക്സിമം ഞങ്ങളുടെ വണ്ടി ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ഏറ്റവും വണ്ടി നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ടു. മൊത്തം ആർമിയോട് സഹകരിച്ച് NDRF ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ വലിയ പ്രതിസന്ധി നേരിട്ടായിരുന്നു. നേരിട്ടായിരുന്നു.
ഇവിടെ വലിയ വല്ലാത്ത അവസ്ഥ തന്നെയാണ്. പിന്നെ മനസ്സിലിരിക്കുന്നതാണ്. എന്നാ പറയാനാ, മഴ, പിന്നെ അതേപോലെ മഴ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും വലിയ തെരച്ചിലിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. എന്നാ പറയാനാ, ഇത്ര കാണുമ്പോൾ തന്നെ അറിയാം. ശരി, വാക്കുകൾക്ക് അപ്പുറത്തുള്ള ആ കാഴ്ചകളൊക്കെയാണ് ഇവിടെയുള്ളത്. നിങ്ങളും ഈ രക്ഷാപ്രവർത്തനമൊക്കെ മുമ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കഠിനമായൊരു പ്രതിസന്ധി ഒരിക്കലും. കാരണം നമ്മളിവിടെ ദുരിതം സംഭവിച്ചായിരുന്നു കുട്ടികൾ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ 40 ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം നമ്മൾ ഒരു മനുഷ്യരാണ്, നമുക്കിത് കാണുമ്പോൾ നമുക്ക് സഹിക്കുകയില്ല. നമ്മൾ മനുഷ്യന്മാരെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ബോഡികളും കാര്യങ്ങളെല്ലാം ഇന്നലെ തന്നെ എടുത്തു കൊടുത്തു 2 ദിവസമായിട്ട് രക്ഷാപ്രവർത്തനം. ഇനി മിഷനറീസ് ഇല്ലാതെ ഇതുപോലുള്ള ഭാഗത്ത് ഇറങ്ങാൻ പറ്റത്തില്ല. നമ്മളിറങ്ങുമ്പോൾ നമ്മൾ അര പൊക്കം വല്ല മുക്കാൽ പൊക്കം മൂടിപ്പോവാണ് ചെളിക്കകത്ത്. ബോഡി അതുപോലെ കിടക്കുന്നു. അവിടെ മലയ്ക്കപ്പുറം എല്ലാം ബോഡി കിടപ്പുണ്ട്. നമുക്ക് ചെന്നെത്താൻ പറ്റുന്നില്ല. ചെന്നെത്താൻ പറ്റണമെന്നാണ് മിഷനറീസ് ഇല്ലാതെ നമുക്ക് ചെന്നെത്താൻ പറ്റത്തില്ല. മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും അതിന്റെ അവസ്ഥ മാറി, ബോഡിയുടെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുമല്ലേ. ഇത് മെയിനായിട്ട് ഇതുപോലെ മഴ നിൽക്കും, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ വലിയ പാറക്കെട്ടുകളും മരങ്ങളും വലിയ മരത്തടി വന്ന് കിടക്കുക, നമുക്ക് മനുഷ്യന്മാരെ കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല. മിഷനറീസ് ഇല്ല, ഒരു കളിയും നടക്കില്ല അവിടെ. ഇനി ഒരു രക്ഷാപ്രവർത്തനം തീർന്നിട്ടാണോ എങ്ങനെയാണ്? ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ എന്നാളും രക്ഷാപ്രവർത്തനം ചെയ്യുന്നത് ഞങ്ങളിവിടെ കാണും. നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും, സഹകരിക്കും. ഒരു ദുരന്തത്തെ അതിജീവിച്ചവരുടെ ഒരു വാക്ക് കൂടിയാണിത്. കാരണം എത്രമാത്രം പ്രധാനമാണ് ഈ ഒരു മേഖലയിൽ ഇപ്പോൾ സഹജീവികൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തേണ്ടത് എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇത്രയും ദൂരം താണ്ടി അവർ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനമൊക്കെ വളരെ പ്രതിസന്ധി. ഇറങ്ങാൻ പറ്റുന്നില്ല. ഇറങ്ങാൻ ഇവിടെ ഈ ചളിയിൽ ചിലപ്പോൾ ഒരുപക്ഷെ കിണറോ അങ്ങനെ കുഴിയോ കാര്യങ്ങളുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അവിടെ ഈ പാലം പണി കഴിഞ്ഞാൽ വണ്ടികളൊക്കെ ഇങ്ങോട്ട് വന്നാൽ കുറച്ചുകൂടി സൗകര്യമായി. ഇന്നലെ മിനിഞ്ഞാന്ന് ഈ തോട് ഒന്നായിട്ട് ഒലിച്ചു പോയപ്പോൾ പാലമൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഇവിടേക്ക് എത്തിപ്പെടാൻ ഇന്നലെ ഇന്നുമായിട്ടാണ് കഴിഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനുള്ളിൽ മനുഷ്യജീവൻ ഉണ്ടോ എന്നറിയില്ല. അതിൻ്റെ ഒരു വിഷമത്തിൽ കൂടിയാണ് നമ്മൾ ഈ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നത്. വലിയ പ്രതിസന്ധിയാണ്. നമ്മൾ ഈ ഓരോ മേഖലയിലും അവർ നേരത്തെ കാണിച്ചതുപോലെ വടി കുത്തിയിട്ടാണ് ഇറങ്ങുന്നത്. വടിയുടെ പകുതിയോളം താഴത്തേക്ക് ആഴ്ന്നു പോകുന്ന അവസ്ഥ. നമുക്ക് ഒരു മനുഷ്യന് ഇറങ്ങി അവിടെ പരിശോധിക്കാൻ കഴിയില്ല. ഇത് ചതുപ്പായി അത്രമാത്രം ആഴത്തിലാണ് മണ്ണ് വന്ന് അടിഞ്ഞിട്ടുള്ളത്. ഇതിനടിയിൽ എന്തുണ്ട് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അത്രമാത്രം വലിയ കാഴ്ചകളാണ്, വലിയ ദുരന്ത ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നോക്കൂ, ഒരു ഗ്യാസ് സിലിണ്ടറും അതുപോലെ ഒരു വീട് മുഴുവനായിട്ട് ഇവിടേക്ക് ഒലിച്ചു വന്ന് എവിടേക്ക് തകർന്നു. എത്രയോ വീടുകൾ ഇത്തരത്തിൽ പോയിട്ടുണ്ടാവും, നമുക്കറിയില്ല. ഇത്രയും സാധനങ്ങൾക്കിടയിൽ അടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും അറിയില്ല. അതാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം. നമ്മളെപ്പോലെ ജീവിച്ചിരുന്നവർ, ഒരു രാത്രി ഉറങ്ങിയവർ പിന്നീട് ഉണർന്നിട്ടില്ല. അവർ മരിച്ചതുപോലും ചിലപ്പോൾ അവർ അറിഞ്ഞു കാണില്ല. കാരണം അത്രമാത്രം ശക്തമായിരുന്നു ആ ഉരുൾപൊട്ടൽ. ഒരു മലയെ മുഴുവനായി വലിയ പാറക്കെട്ടുകളും വലിയ പാറക്കല്ലുകളും എല്ലാം പിഴുതെറുത്തുകൊണ്ട് ഒരു നാടിനെ മുഴുവൻ തുടച്ചു നീക്കിക്കൊണ്ടാണ് ആ ഉരുൾ വന്നടിച്ചത്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഒരുപാടുണ്ട്. എല്ലാം തന്നെ നമ്മളെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നതാണ്. രക്ഷാപ്രവർത്തകർ അവരുടെ ആ ഒരു മനോധൈര്യം അത് നമ്മൾ സമ്മതിക്കേണ്ടതാണ്. കാര്യം എന്തെല്ലാം ഇവിടെ കിണറുകളുണ്ടാവാം, സെപ്റ്റി ടാങ്കുകളുണ്ടാവും. ഇതൊക്കെ എവിടെയാണെന്നുള്ളത് നമുക്കറിയില്ല. കാരണം അതുകൊണ്ടാണ് നമ്മൾ കമ്പ് കുത്തിയിട്ട് നമുക്ക് കമ്പ് എത്രത്തോളം താഴ്ന്നോ അവിടെ നമുക്ക് പിന്നെ അവിടെ കാല് വെക്കാൻ കഴിയില്ല. ചിലപ്പോൾ ഒരു പക്ഷേ കിണറായിരിക്കാം. കിണറിൽ ചിലപ്പോൾ നമ്മൾ കാല് വെച്ചാൽ നമ്മൾ ഉൾപ്പെടെ കിണറിലേക്ക് പോകും. നമ്മളുടെ സേഫ്റ്റി ഫസ്റ്റ് നമ്മൾ അതാണ് നോക്കേണ്ടത്. അതുകൊണ്ട് അത് വലിയൊരു പ്രതിസന്ധിയാണ് നമ്മളത് കണ്ടുപിടിക്കുക എന്നുള്ളത്. എന്നാലും നമ്മൾ കഴിവിന്റെ പരമാവധി അത് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. യന്ത്രങ്ങളെത്തി ആ പാലം എത്രയും പെട്ടെന്ന് ശരിയായി കഴിഞ്ഞാൽ ഇറ്റാച്ചി പോലുള്ള ആംബുലൻസ്, ഇറ്റാച്ചി പോലുള്ള യന്ത്രങ്ങളൊക്കെ സംവിധാനം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതോടൊപ്പം ചാടി ചെയ്യുക. പക്ഷെ ഇപ്പോൾ മാൻമെയ്ഡായിട്ട് ചെയ്യുന്ന സംഗതികൾ ഇത്ര ഒരു പരിധിയുണ്ട്. കാരണം നമ്മൾ 1 മീറ്റർ 1.5 മീറ്ററോളം ആഴത്തിൽ ചളി വന്ന് മൂടിയിട്ട് നമുക്ക് കാലെടുത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥ. അതിനിടയിലാണ് ചിലപ്പോൾ ഒരു പക്ഷേ കിണറുകളും സെപ്റ്റി ടാങ്കുകളൊക്കെ ഉണ്ടാവുക. അത് ഇവർ ജീവൻ പണയപ്പെടുത്തിയാണ് ഈ ഒരു ശ്രമങ്ങളൊക്കെ നടത്തുന്നത് എന്ന് വേണം പറയാൻ. എന്താണെങ്കിലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ അത്രമാത്രം ഉള്ളുലയ്ക്കുന്നതാണ്. ശ്രുതി, ഇവിടെ വന്ന കോട്ടയത്തു നിന്നും മുണ്ടക്കൈയിലേക്ക് തെരച്ചിലിന് വേണ്ടി എത്തിയ മനുഷ്യസ്നേഹികൾ, അതുപോലെ 100 കണക്കിന് ആളുകളാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് ഈ ഒരു ദുരന്തത്തിൽ കൈത്താങ്ങാകാൻ, സഹായമാകാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ദുരന്തവും അതിജീവിക്കും. പക്ഷേ ഇതിന്റെ വ്യാപ്തി ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ടില്ല. കാണാതായ ആൾക്കാരുടെ എണ്ണമൊക്കെ പറഞ്ഞു കേൾക്കുന്നത് മാത്രമാണ്. നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിലെ എല്ലാവരും ഇല്ലാതായി കഴിഞ്ഞാൽ അവരെക്കുറിച്ച് ആര് പറയും കാണുന്നില്ല എന്ന്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുണ്ട്. അവരെക്കുറിച്ചും വലിയ വിവരങ്ങൾ ആർക്കുമില്ല. എത്ര പേരുണ്ടെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ ഈ
കാണാതായ ആളുകളുടെ എണ്ണം അതിപ്പോഴും നമുക്ക് എത്രത്തോളം വലുതാകും, എത്രത്തോളം അധികം വരും എന്നൊന്നും ഇനിയും പറയാനാകില്ല. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തിയും ആഴവും നമ്മൾ ഇപ്പോഴും അളക്കുവാൻ പ്രാപ്തരല്ല. ദുരന്ത ഭൂമിയിലെ കാഴ്ചകളൊക്കെ അത്രമാത്രം ഉള്ളിലയ്ക്കുന്നതാണ്. നമ്മൾ എവിടെ നോക്കിയാലും കാണുന്നത് ഇത്തരത്തിൽ അടിഞ്ഞുകൂടിയ മണ്ണും പാറക്കല്ലുകളും ഒരാൾക്ക് പോലും നടക്കാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളും ഒക്കെയാണ്. എന്താണെങ്കിലും ഈ ഒരു ദുരന്തമുഖത്ത് നമ്മൾ പോസിറ്റീവായി കാണുന്നത് ഈ മനുഷ്യരുടെ ആ സഹജീവി സ്നേഹം, അതുകൊണ്ട് മാത്രം ഇവിടെ എത്തിയ ആളുകളുടെ ആ ഒരു സഹകരണ മനോഭാവവും ആത്മാർപ്പണവും മാത്രമാണ്. ഇതിനൊക്കെ വേണ്ട തരത്തിലുള്ള മെഷീനറി സഹായം കൂടി ഇന്ന് മുതൽ അല്ലെങ്കിൽ ബെയിലി പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു തെരച്ചിൽ അത് കുറെ കൂടി ഫലവത്താകുമെന്ന് പ്രതീക്ഷിക്കാം. അശ്വതി, ബെയിലി പാലം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കൂടുതൽ മെഷീനറീസ് അങ്ങോട്ട് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ ഹിറ്റാച്ചികൾ, JCBകളൊക്കെ അവിടെ എത്തിയാൽ രക്ഷാദൗത്യം അല്പം കൂടി എളുപ്പത്തിലാക്കാൻ ഈ രക്ഷാദൗത്യത്തിനിറങ്ങിയ പ്രവർത്തകർക്ക് കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് അനുമോദ് പങ്കുവയ്ക്കുന്നത്. എവിടെ തിരിഞ്ഞു നോക്കിയാലും ഉള്ളുലയ്ക്കുന്ന കാഴ്ചകൾ മാത്രമാണ്. അനുമോദ്, അപ്പോഴും ആ പുഴയ്ക്ക് ഇക്കരെയും ചില ഹിറ്റാച്ചികളും JCBകളും ഒക്കെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കുറച്ചുകൂടി മുകളിലേക്ക് കൊണ്ടുപോവുക സാധ്യമല്ലേ? എൽദോ, ഇപ്പോൾ വിരലിലെണ്ണാവുന്നത്ര JCBകളും ഹിറ്റാച്ചികളും മാത്രമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഈ ഒരു ദുരന്ത മുഖത്തിന്റെ വ്യാപ്തി, ദുരന്ത സ്ഥലത്തിന്റെ വ്യാപ്തി തിട്ടപ്പെടുത്താൻ കഴിയുന്നതല്ല. കേവലം ഒരു പ്രദേശത്തല്ല, കവളപ്പാറ മാത്രം ഒരു ദുരന്തമുണ്ടായപ്പോൾ അവിടേക്ക് തന്നെ 30ഓളം JCBകളും ഹിറ്റാച്ചികളും ഒരു സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ ഒരു ചരിത്രം നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ വിശാലമായി കിടക്കുന്ന, എവിടെ ആണ് ഈ ദുരന്തം ഇല്ലാതിരിക്കുന്നത് എന്ന് പോലും അറിയാത്തൊരു സ്ഥലത്ത് എത്ര JCBകളും ഹിറ്റാച്ചികളും കൊണ്ടുവന്നാലും അതൊക്കെ പര്യാപ്തമാവുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇപ്പോൾ ഈ നിൽക്കുന്ന ഇടത്ത് തന്നെ എത്ര ഇടത്ത് ഈ ഒരു ഹിറ്റാച്ചിക്ക് തെരച്ചിൽ നടത്താൻ കഴിയുമെന്നുള്ള ചോദ്യം ഇപ്പോൾ പ്രധാനമായിട്ടും പരിശോധിക്കുന്നത് സംശയം തോന്നുന്ന ഇടങ്ങളിൽ മാത്രമാണ്. അതിനപ്പുറത്ത് ഈ എവിടെയെല്ലാം പരിശോധിച്ചാൽ ഇനി എന്തെല്ലാം കിട്ടുമെന്ന് അറിയാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് നിലവിലെ ഈ ഒരു മെഷീനറി സംവിധാനങ്ങൾ അത് തിരയുന്നതിന് പര്യാപ്തമല്ല എന്നത് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് ഈ സംശയമില്ലാത്ത ഇടങ്ങളിൽ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കണ്ട ഒരു കാഴ്ച, ആ പാലത്തിനിപ്പുറം ആ അമ്പലം നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ അവിടെ ആ വശങ്ങളിലോടുള്ള തേയിലത്തോട്ടത്തിന്റെ ഓരങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തകർ തിരച്ചിൽ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അത്തരത്തിൽ ആഴങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇതിനപ്പുറത്തായിട്ട് മറ്റൊരു കാര്യം, ഈ പുഴ ഒഴുകുന്ന കാട്ടിലൂടെയുള്ള വഴി, ആ ഒരു മേഖലയിലും തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. കാരണം ഇവിടുന്നും നിലമ്പൂർ പോത്തുകല്ല് വരേക്ക് ആളുകളുടെ മൃതദേഹങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കാട്ടിലൂടെയുള്ള ശക്തമായ കുത്തൊഴുക്കും വെള്ളച്ചാട്ടവും ഒക്കെ കടന്നാണ് അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിലുള്ള കാട്ടിലൂടെ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ ഉണ്ടാകുമെന്നൊന്നും പറയാനാകില്ല. അതാണ് ഇവിടെ നമ്മളൊക്കെ ഈ സത്യത്തിൽ ഇതിന്റെ ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തിയും ആഴവും പൂർണ്ണമായിട്ടും ഓരോ ഘട്ടത്തിലും കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി വരുന്ന സാഹചര്യമാണ്. നമ്മൾ കാണുന്നതല്ല, അതിനപ്പുറത്തുണ്ട് ഈ ഒരു ദുരന്തത്തിന്റെ ആഴവും വ്യാപ്തിയും ഒക്കെ. ഒരു തെളിവുകളൊന്നും ബാക്കി വെക്കാതെ ഇല്ലാതായിപ്പോയ ഒരു കൂട്ടം മനുഷ്യരുടെ നാട്ടിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ കഴിയും വിധം ഈ നാടിനൊപ്പം നിൽക്കുക, കഴിയും വിധം ഈ ഒരു ഈ നാട്ടിൽ ജീവിച്ചവരെ, അവരുടെ ശേഷിപ്പുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുക. അതിന് ഇപ്പോഴുള്ള ഈ ഒരു സംവിധാനങ്ങളൊക്കെ അപര്യാപ്തമാണെന്ന് തുറന്നു പറയാതെ വയ്യ. എൽദോ, വളരെ പ്രയാസകരമായിട്ടുള്ള ദൗത്യമാണ് അവിടെ പുരോഗമിക്കുന്നത്. അനുമതി സൂചിപ്പിച്ച പോലെ എത്ര ഹിറ്റാച്ചികളും എത്തിയാലും അത് അസാധ്യമാം വണ്ണം അവിടെ മണ്ണ് നിറഞ്ഞു നിൽക്കുന്നു, ചെളി